ഞാൻ പോയി നോക്കാം. ഇതു പറഞ്ഞ് ഋഷഭ് എഴുന്നേറ്റ് മെയിൻ ഗേറ്റ് പോയി തുറന്നു. മുൻപിൽ പരിചയമുള്ള മുഖം കണ്ടപ്പോൾ ഋഷഭിന്റെ മുഖവും വാടി. അവനപ്പോൾ അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, സുനന്ദ അമ്മയാ. അയ്യോ, നിന്റെ അമ്മയെ പിന്നെ വിളിക്കാം. എന്നെ അകത്തോട്ടൊന്ന് കേട്ട് മാറി നിൽക്ക്. ഇതു പറഞ്ഞ് സുനന്ദ ഋഷഭിനെ മുൻപിൽ നിന്നും തള്ളിമാറ്റി സൈഡിലേക്ക് നിർത്തി അവർ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഋഷഭിന്റെ അമ്മ താര അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇന്ന് എന്താണാവോ തീർന്നത്? കുറച്ച് പഞ്ചസാര വേണം. ഈ പാത്രം നിറച്ചോളൂ. ഇന്നെല്ലാവർക്കും വേണ്ടി പായസം ഉണ്ടാക്കിയാലോ എന്ന് ചിന്തിച്ചു. എന്നാൽ പാത്രം തുറന്നപ്പോൾ പഞ്ചസാരയുടെ ഒരു പൊടി പോലുമില്ല. രാകേഷും നിധിയും കുറച്ചു സമയത്തിനുള്ളിൽ വീട്ടിൽ വരും. ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാകില്ല. ഇവിടെ നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്ന് എന്താ കഴിക്കാനുണ്ടാക്കിയത്? പ്രത്യേകിച്ചൊന്നുമില്ല, മധുരക്കിഴങ്ങ് കറിയും പൊറോട്ടയും. അയ്യോ, മധുരക്കിഴങ്ങിന്റെ കറി എനിക്ക് വളരെ ഇഷ്ടമാണല്ലോ. നല്ല മുളകരച്ച കറിയുടെ കൂടെ അത് കഴിക്കണം. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? കഴിക്കാൻ വേണോ? അയ്യോ, വേണ്ട. നിർബന്ധമാണെങ്കിൽ കുറച്ചിങ്ങിത്താ. എന്നാലൊരു കാര്യം ചെയ്യ്, ഒരു ചെറിയ പാത്രത്തിലിങ്ങിത്താ. നാളെ വരുമ്പോൾ തിരിച്ചു തരാം. സുനന്ദ താരയുടെ അയൽവാസിയാണ്. അവരെപ്പോഴും ഇങ്ങനെയാണ്. രാവിലെ തന്നെ അവരുടെ ആദ്യത്തെ ജോലി താരയുടെ വീട്ടിൽ നിന്നും കഴിക്കാൻ വാങ്ങുന്നതാണ്. ഇടയ്ക്ക് സാധനങ്ങളാണെങ്കിൽ ഇടയ്ക്ക് ഭക്ഷണങ്ങളും. സുനന്ദ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എല്ലാ സാധനങ്ങളും വാങ്ങിയെടുക്കുമായിരുന്നു. അവരുടെ ഈ പ്രവൃത്തിയിൽ താരയോടൊപ്പം മകൻ ഋഷഭനും ശല്യം തോന്നിയിരുന്നു. അമ്മേ, അമ്മ വെറും പാവമാ. ആ പെണ്ണുമ്പിള്ള എന്നും വന്ന് അമ്മയെ മണ്ടിയാക്കിയിട്ട് സാധനം വാങ്ങിക്കൊണ്ടു പോകുന്നു. അല്ല മോനെ, പഴയ അയൽവക്കമാ. സത്യം പറഞ്ഞാൽ സുനന്ദ ചേച്ചി ഇങ്ങനെ ഒന്നുമേ അല്ലായിരുന്നു. നിന്റെ അച്ഛൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് അവരുടെ കുടുംബത്തോട്. എന്ന് മഹേഷ് ചേട്ടൻ മരിച്ചുപോയോ അന്നു മുതൽ അവസ്ഥ മാറി. അന്നു മുതൽ എന്തൊക്കെയോ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമാമ്മേ? ഭർത്താവില്ലെങ്കിൽ എന്താ? അവരുടെ മകൻ നല്ല ജോലിയിലല്ലേ? മരുമകൾക്കും ജോലിയുണ്ട്. അവർക്കെന്ത് കുഴപ്പമാ? കഴിഞ്ഞ മാസം പുതിയ കാറും വാങ്ങിയിട്ടുണ്ട്. അമ്മയോട് സുനന്ദ അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്തോ പ്രശ്നമുണ്ട്. എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് മകനെയും മരുമകളെയും കുറിച്ച് പ്രശംസിച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ വിട്, നീ ഇത് കേൾക്ക്. നീ ഇന്ന് ഓഫീസിൽ അവധിയെടുക്ക്. മിത്താലി എന്നെ വിളിച്ചിരുന്നു. ഷോപ്പിങ്ങിന് അവളുടെ കൂടെ പോകാൻ പറഞ്ഞു. അയ്യോ അമ്മേ, എനിക്ക് സമയം തീരെയില്ല. അമ്മയും മിതാലിയും കൂടെ ഒന്ന് പോന്നേ. ഇതാ എന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കോളൂ. നിങ്ങളൊന്ന് നോക്ക്. ഋഷഭും മിതാലിയും കോളേജ് കാലം തൊട്ടേ ഇഷ്ടത്തിലാണ്. പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണവും നടക്കാൻ പോകുന്നു. ഋഷഭ് വെൽ സെറ്റിൽഡുമാണ്. മിതാലിക്ക് ബുദ്ധിയുമുണ്ട്, വളരെ മിടുക്കിയുമാണ്. താരയ്ക്കും ഈ ബന്ധത്തിൽ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം, സുഖമാണോ താരേ? ഓ, മരുമകളെ സ്വാഗതം ചെയ്യാനുള്ള തിരക്കിലായിരിക്കും. അതെ, കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. കുറച്ച് പണിയൊക്കെ ചെയ്യാൻ മിതാലിയും എന്നെ സഹായിക്കും. ഋഷഭും ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നല്ല കാര്യം തന്നെ. ഞാൻ വന്ന കാര്യം, നിന്റെ കയ്യിൽ കുറച്ച് ജീരകം എടുക്കാൻ കാണുമോ? ഉണ്ട്, പക്ഷെ കുറച്ച് പഴകിയതാ. അയ്യോ, എന്നാൽ നിനക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്, എല്ലാം എനിക്ക് താ. അതുകൊണ്ട് പിന്നെ നിങ്ങളെന്തു ചെയ്യും? സുനന്ദ താരയെ അയൽവാസിയായി കണ്ടു. എന്നാൽ താര അവരെ ഒരു മൂത്ത ചേച്ചിയെപ്പോലെയാണ് കണ്ടത്. എന്നാൽ എപ്പോഴും ഇങ്ങനെ സാധനം വാങ്ങാനായി സുനന്ദയുടെ ധൈര്യം കൂടിയപ്പോൾ അത് താരയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി മാറി. എന്നാൽ ഇപ്പോൾ വീടിന്റെ സ്ഥിതി മാറാൻ പോവുകയാണ്. കല്യാണത്തിനു ശേഷം മരുമകൾ മിതാലിയുടെ കയ്യിലായി അടുക്കള ഭരണം. അങ്ങനെയൊരിക്കൽ, ഇന്ന് എന്തൊക്കെയുണ്ടാക്കി താരയുടെ മരുമകളെ? ചോറും കറിയുമാ ഉണ്ടാക്കിയത്. കൊണ്ടുവരണോ? കൊണ്ടുവാ. എനിക്ക് ചോറും കറിയും വളരെ ഇഷ്ടമാ. മിതാലി പെട്ടെന്ന് ഒരു പ്ലേറ്റിൽ ചോറും കറിയും കൊണ്ടുവന്നു കൊടുത്തു. സുനന്ദയും അത് മിനിറ്റുകൾക്കുള്ളിൽ തീർത്ത് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല കറിയാണ് മോളെ, അടിപൊളിയായിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യ്, ഈ പാത്രത്തിൽ കുറച്ച് കറിയിങ്ങിത്താ. ഞാൻ കൊണ്ടുവരാം. മിതാലിക്കിത് തുടക്കമായതുകൊണ്ട് അവൾ ഒന്നും പറഞ്ഞില്ല. എന്നാൽ ദിവസങ്ങൾക്കു ശേഷം, നോക്കൂ, ഈ സുനന്ദാമ്മായിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ല അറു പിശിക്കുക. എന്നും ഭക്ഷണം ചോദിച്ച് ഇവിടേക്ക് വരും. മിതാലി അപ്പോൾ ഋഷഭനോടൊന്നും പറഞ്ഞില്ല. അവൾ അടുക്കളയിൽ പോയി പണി തുടങ്ങി. അങ്ങനെ അടുത്ത ദിവസം, എടി താരേ, നീ എവിടെയാ? അമ്മയുടെ ആരോഗ്യം തീരെ ശരിയല്ല. അമ്മ മുറിയിൽ വിശ്രമിക്കുകയാ. അത്യാവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അയ്യോ, വേണ്ട, ഞാൻ കുറച്ച് കടുകെണ്ണ വാങ്ങിക്കാൻ വന്നതാ. കുഴപ്പമില്ല, ഞാൻ പിന്നെ വരാം. നിൽക്കൂ, ഞാൻ എടുത്തുകൊണ്ടുവരാം. അങ്ങനെ മിതാലി സുനന്ദ കൊണ്ടുവന്ന ആ ബോട്ടിലിൽ കുറച്ച് കടുകെണ്ണ എടുത്തുകൊണ്ടുവന്നു കൊടുത്തു. സുനന്ദയും അതെടുത്തുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി.
ഇവിടെ നോക്ക്, ഈ തള്ള പിന്നെയും എന്തൊക്കെയോ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. വാങ്ങിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങൾ എനിക്ക് സാധനങ്ങളും വാങ്ങിത്തരുന്നില്ല, കഴിക്കാനും ഒന്നും തരുന്നില്ല. പിന്നെ വായു ഭക്ഷിച്ചാണോ നിങ്ങൾ കഴിയുന്നത്? രാകേഷ്, നിനക്കൊന്നും അറിയില്ലേ മോനെ? പറ മോനെ. ഞാനെന്ത് ചെയ്യാനാ? എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞതല്ലേ അമ്മയൊരു വൃദ്ധാശ്രമത്തിലാക്കാമെന്ന്. അവിടെ പോയാൽ അമ്മയ്ക്കും ഞങ്ങൾക്കും സന്തോഷം കിട്ടും. നീ പറഞ്ഞത് ശരിയാ മോനെ. എനിക്കത് മനസ്സിലാക്കുന്നതിലാ തെറ്റുപറ്റിയത്. മാളികയിൽ താമസിക്കുന്ന നിങ്ങൾക്ക് അപമാനം വരാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഒന്നും ആരോടും പറയാത്തത്. ഇപ്പോൾ തോന്നുന്നു നിങ്ങളാണ് ശരിയെന്ന്. ഇന്നു മുതൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ ചേച്ചി, ഞങ്ങളുടെ വീട്ടിലേക്ക്. ഇനി അവിടെ താമസിക്കാം. താര, നിങ്ങൾ? അതെ ചേച്ചി, എന്തായാലും നന്നായി. മിതാലി പറഞ്ഞപ്പോൾ നിങ്ങളുടെ പിന്നാലെ തന്നെ ഇവിടേക്ക് വന്നത്. എന്താ ചേച്ചി, ഇതെന്താ ഞങ്ങളോട് പറയാതിരുന്നത്? എന്തു പറയാനാ താര? എന്റെ ഒരേ ഒരു മകന് പോലും എന്നെ വേണ്ട. എന്റെ മരുമകളാണെങ്കിൽ കഴിക്കാൻ പോലും ഒന്നും തരില്ല. എന്നും അയൽവക്കത്തു നിന്നാ ഞാൻ എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നത്. ഞാൻ ഇതെങ്ങനെ പറയും? ഏത് മുഖം വെച്ച് പറയും? അപമാനം കൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഇല്ല അമ്മേ, അപമാനം നിങ്ങൾക്കല്ല, ഇവരുടേതാ. കാലം അവർക്ക് ശിക്ഷ നൽകിക്കോളും. ഇപ്പോൾ ഞങ്ങളോടൊപ്പം വരൂ. ഇനി ഞങ്ങളോടൊപ്പം ജീവിക്കാം. ഞാൻ എന്റെ കൈകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരാം. വേണ്ട മോളെ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയായി മാറും. പിന്നെ ഋഷഭ്, അവൻ എന്തൊക്കെ പറയും? അവനോട് ഞാൻ പറഞ്ഞോളാം അമ്മേ. അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മയുടെ മരുമകളായി എന്നെ കണ്ട് എന്റെ ഒപ്പം വാ. ഇങ്ങനെ പറഞ്ഞ് മിതാലി സുനന്ദയുടെ കൈ പിടിച്ചു. സുനന്ദയ്ക്കും വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം വന്നില്ല. അവർ തന്റെ മകന്റെയും മരുമകളുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. അവർ അവരുടെ ഒപ്പം പോയി. തന്റെ ബാക്കിയുള്ള ജീവിതം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ വേണ്ടി. ഞാൻ ഇന്നുണ്ടാക്കാൻ പോണ മട്ടർ പനീർ കഴിച്ച് എല്ലാവർക്കും സന്തോഷാവും. ഞാൻ ഈ മുടി കെട്ടിയതാ, ഇത് വീണ്ടും അഴിഞ്ഞു പോയല്ലോ. കാശ്മീരുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിൽ കയറിയിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളൂ. കാശ്മിക്ക് ആഹാരം ഉണ്ടാക്കുന്നതും കഴിപ്പിക്കുന്നതും ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന്റെ വീട്ടുകാർക്ക് നല്ല ആഹാരം വെച്ചുകൊടുത്ത് പ്രത്യേകിച്ച് അമ്മായിയമ്മയെ സുഖിപ്പിക്കണമെന്നായിരുന്നു എന്റെ ലക്ഷ്യം. നല്ല മണം വരുന്നുണ്ട്. പെട്ടെന്നുണ്ടാക്കി ചേച്ചി. കാശ്വി എല്ലാവർക്കും പ്ലേറ്റ് വെച്ചു കൊടുത്തു. എന്നിട്ട് കാശ്വിയുടെ ഭർത്താവിന്റെ അനിയൻ കഴിച്ചതോടെ പറഞ്ഞു, കൊള്ളാം ചേച്ചി, അടിപൊളിയായിട്ടുണ്ട്. ചേച്ചിയുടെ ഇന്നത്തെ കുക്കിങ്ങിന് ഫുൾ മാർക്സ്. അതേ മോളെ, കറികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം പാകത്തിനാ. എന്താ ശരിയല്ലേ? ഞാനാദ്യം രുചിച്ചൊന്ന് നോക്കട്ടെ, പറയാം. സുവർണ അപ്പോൾ കറിയിൽ നിന്നും ഒരൽപ്പം എടുത്ത് രുചിച്ചു നോക്കി. കഴിച്ചു കഴിഞ്ഞപ്പോൾ സുവർണയുടെ മുഖഭാവം ഒന്ന് മാറി. എന്തു പറ്റി അമ്മ? കറിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, പ്രശ്നമുണ്ട്, വലിയൊരു പ്രശ്നം. കറിയിൽ നിന്റെ മുടിയുണ്ട്. നീ കണ്ടോ ഇത്? ക്ഷമിക്കണേ അമ്മ, ഞാൻ വേറെ പ്ലേറ്റിൽ തരാം അമ്മയ്ക്ക് ആഹാരം. ഇത് പറഞ്ഞ് കാശ്വി അപ്പ തന്നെ വേറെ പ്ലേറ്റിൽ അമ്മയ്ക്ക് വിളമ്പിക്കൊടുത്തു. പക്ഷെ കാശ്വിയുടെ ഇന്നത്തെ ദോശ അത്ര ശരിയല്ലെന്ന് തോന്നുന്നു. സുവർണ കഴിച്ചുകൊണ്ടിരുന്നപ്പോ വീണ്ടും മുടി കിട്ടി. ദേഷ്യം വന്നിട്ട് സുവർണ കഴിക്കാതെ പോയി. ദേഷ്യത്തോടെ മുറിയിലേക്ക് പോയി. സുവർണയ്ക്ക് പണ്ടേ ഒരിത്തിരി കുശുമ്പ് കൂടുതലായിരുന്നു. സ്വന്തം 2 ആൺമക്കൾക്ക് നല്ല സുന്ദരിയായ ഭാര്യമാര് വരണമെന്നായിരുന്നു. വീട്ടിലെ ജോലിയും നോക്കണം. തൽക്കാലം മൂത്ത മകൻ രവിയുടെ കല്യാണമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ സുവർണ സന്തോഷിപ്പിക്കേണ്ട കാര്യങ്ങൾ കാശ്വിയുടെ തലയിൽ തന്നെയായിരുന്നു. അവള് സന്തോഷിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുമുണ്ടായിരുന്നു. ശ്രമത്തിന്റെ ഇടയ്ക്ക് അവക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് അവളുടെ നീണ്ട മുടി തന്നെയായിരുന്നു. അമ്മേ, അമ്മയ്ക്കെന്തെങ്കിലും വേണോ? എനിക്കൊരു ഗ്ലാസ് ചായ വേണമായിരുന്നു. അങ്ങനെ സുവർണ സ്വന്തമായി ചായ ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴേക്കും സുവർണ ഒന്ന് തറയിൽ നോക്കിയപ്പോ അവിടെ മുഴുവനും കാശ്വിയുടെ 2-3 മുടി കിടപ്പുണ്ടായിരുന്നു. ഓഹ്, നിനക്ക് നിന്റെ മുടി ഒന്ന് കെട്ടിവെച്ചൂടെ? എവിടെ നോക്കിയാലും നിന്റെ മുടി മാത്രം എവിടെ? അമ്മ, എന്റെ മുടി ഇങ്ങനെയാ. എത്ര കെട്ടിവെച്ചാലും അതങ്ങ് അഴിഞ്ഞു പോരുവോ? എന്ത് ചെയ്യാനാ? നോക്ക്, ആഹാരം നീ നന്നായി ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷെ കഴിക്കുന്ന സമയത്ത് മുടി കിട്ടണം നല്ലതല്ല. എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യണം. കാശ്വി ഈ കാര്യം സ്വന്തം ഭർത്താവിനോടൊന്ന് സംസാരിച്ചു. ഞാൻ എന്തു ചെയ്താലും അമ്മയ്ക്ക് സന്തോഷമാവുന്നില്ലല്ലോ. ഈ മുടി കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യാ? അതത്ര വലിയ കാര്യമൊന്നുമല്ലേ. വാ, ഇനി കിടന്നുറങ്ങാം. നാളെ എനിക്കൊരു ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ട്. രവിയോട് സംസാരിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. കാശ്വി പേടിച്ചതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ സംഭവിച്ചു. അമ്മായിയുടെ പ്ലേറ്റിൽ മാത്രമല്ലായിരുന്നു മുടി, അമ്മായിയച്ഛന്റെ പ്ലേറ്റിലും മുടി ഉണ്ടായിരുന്നു.
ഇത് കണ്ടതോടെ സുവർണയുടെ രക്തം തിളച്ചു. അവള് ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു, എന്നും ആഹാരത്തിന്റെ അകത്ത് ഈ മുടിയിട്ടിട്ട് നീ എന്താ ആഗ്രഹിക്കുന്നേ? നിനക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഒരു കാര്യം ചെയ്യ്, നാളെ തൊട്ടേ റൂമിൽ നിന്ന് പുറത്തേ ഇറങ്ങണ്ട. അമ്മായി അങ്ങനെയല്ല, എനിക്ക് ആഹാരം ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാ. പക്ഷെ ഈ മുടി എനിക്കറിയില്ല. അതെ, നാളെ തൊട്ട് ഞാൻ വാക്ക് തരാം, ഞാൻ ഒരു മുടി പോലും വീഴ്ത്താൻ നോക്കിക്കോളാം. കാശ്മി ഇതും പറഞ്ഞിട്ട് മുറിയിലേക്ക് കരഞ്ഞുകൊണ്ടുപോയി. അപ്പോഴേക്ക് രജിത്ത് അമ്മോട് പറഞ്ഞു, എന്തിനാ ഭക്ഷണത്തിൽ മനഃപൂർവ്വം മുടി ചേർത്തത്? അല്ല സുവർണ, സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ? അവരെല്ലാരും പറയണ കേട്ടപ്പോ സുവർണയ്ക്കും തോന്നി അവള് പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയെന്ന്. അതുകൊണ്ട് സുവർണ കാശ്വിയുടെ മുറിയിലേക്കൊന്ന് പോയി. കാശ്വിയുടെ മുറിയിലേക്ക് സുവർണ കേറിയപ്പോ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. കിഷോർ, രവി, രജിത്ത് ഓടി അവിടേക്ക് വന്നു. കാശ്വിയെ കണ്ട് അവരും ഞെട്ടിപ്പോയി. നിന്റെ മുടി എവിടെ പോയി? ഞാൻ വെട്ടി. മുടിയല്ലേ എല്ലാവരുടെയും പ്രശ്നം, അത് വെട്ടി. മുടിയില്ലെങ്കിൽ അമ്മയ്ക്ക് എന്റെ ആഹാരം ഇഷ്ടപ്പെടുമല്ലോ, അല്ലേ അമ്മ? എടി മന്ദബുദ്ധി, നിനക്കല്ലെങ്കിലും വട്ടായിരുന്നല്ലേ. മുടി കളഞ്ഞിട്ട് നീ ഇത് എന്ത് പരിപാടിയാ ചെയ്തത്? ശേ, ഞാനാണെങ്കിൽ ദിനേശിനും കുടുംബത്തിനെ കഴിക്കാൻ വിളിക്കുകയും ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യും? മുട്ട മരുമകളെ കാണിക്കണോ ഞാൻ? സുവർണ ചോദിച്ച ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. കാശ്വിക്ക് തോന്നിയത് മൊട്ടയടിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്. പക്ഷെ അവള് വീണ്ടും പ്രശ്നങ്ങൾ കൂട്ടിയതേ ഉള്ളൂ. അവക്ക് എന്നിട്ടും അമ്മായിയമ്മേനെ സന്തോഷപ്പെടുത്താൻ പറ്റിയില്ല. അതെ, ഇത് ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. എല്ലായ്പ്പോഴും ഇത് ധരിച്ചാ മതി. കാശ്വി അപ്പൊ തന്നെ ആ വിഗ് എടുത്തു വെച്ചു. കാശ്വിയുടെ ശരിക്കുള്ള മുടിയെപ്പോലെ നല്ല അഴകുള്ളതല്ലായിരുന്നു. പക്ഷെ എല്ലാവരുടെ മുമ്പിലും കാശ്വി മൊട്ടയായിട്ട് നടക്കണ്ടല്ലോ, അത് തന്നെ സമാധാനം. പിന്നീട് വൈകുന്നേരം ആഹാ, നല്ല ഭക്ഷണ മോളെ നീ ഉണ്ടാക്കിയത്. സത്യമായിട്ടും അന്നപൂർണേശ്വരി മരുമകളുടെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന പോലെയുണ്ട്. ആ, നല്ലതാട്ടോ. ഇനിയിപ്പൊ ചേച്ചിക്ക് ഫ്രീ ആവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ കേട്ടത് മോളുടെ മുടി നല്ല നീളമുള്ളതും കറുപ്പും ഒക്കെയാണെന്ന്. പക്ഷെ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ? രജത്തിന്റെ മാമി എന്തേലും പറയണതിന് മുമ്പ് തന്നെ രജത്ത് കയറി അങ്ങ് പറഞ്ഞു, ചേച്ചി ഇപ്പൊ പുതിയൊരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്, കൊള്ളാവോ? രജിത്ത് അപ്പോഴേക്കും ബുദ്ധി കാണിച്ചു. പക്ഷെ സുവർണയ്ക്ക് അപ്പോഴും ദേഷ്യമായിരുന്നു. വെള്ളം കൊണ്ടുവരാൻ അവൾ എണീറ്റു. അപ്പോഴേക്കും കാലൊന്ന് തെന്നി. കാശ്വി ഓടി വന്ന് അമ്മേനെ പിടിച്ചു. സുവർണ ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷെ കാശ്വീനെ കണ്ടപ്പോഴേക്കും സുവർണ മനസ്സിൽ തന്നെ വിചാരിച്ചു, വീണാ മതിയായിരുന്നു. കാശ്വിയുടെ തലയിൽ നിന്നും ആ വിഗ് അങ്ങ് താഴത്തോട്ട് പോയി. കാരണം അവള് വളരെ വേഗത്തിലാണ് രക്ഷപ്പെടുത്താൻ വന്നത്. അവള് മൊട്ടയാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു. എന്റെ കൃഷ്ണ, ഇതെന്താ മൊട്ട തലയോ? ചേച്ചി രവിക്ക് വേണ്ടി കൊണ്ടുവന്ന ഇങ്ങനത്തെ മരുമോളാണോ? അതല്ലേ കല്യാണത്തിന്റെ ഫോട്ടോയില് വേറെ രീതിയിലെ മുടിയും, ദാ ഇപ്പൊ വേറെ രീതിയിലും. നിന്റെ കയ്യിലിനി എത്ര വിഗും കൂടെ ഉണ്ട്, ഞാനൊന്ന് കാണട്ടെ. സുവർണയുടെ ചേട്ടത്തി അവളെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. കാശ്വി ഒരു മൂലയ്ക്ക് മാറി പൊട്ടിക്കരയാൻ തുടങ്ങി. ഇതെല്ലാം കണ്ട് സുവർണയ്ക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൾക്ക് ഇതെല്ലാം കണ്ട് മതിയായി. അവൾ പറഞ്ഞു, ചേട്ടത്തി, വിഗിന്റെ കാര്യം എനിക്കറിയില്ല. എന്റെ മരുമകളും നല്ല സംസ്കാര സമ്പന്നയാണ്. എനിക്കത് തന്നെ ധാരാളമാണ്. അമ്മായി അച്ഛനെയും ചീത്ത വിളിക്കുന്ന മരുമോളെക്കാളും നല്ലതേ മുടിയില്ലാത്ത മരുമോള. നിങ്ങളുടെ മരുമോൾ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാശ്വിക്ക് ഞാൻ വീണാൽ എന്താ, ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പക്ഷെ അവൾ അതൊന്നും നോക്കാതെ വന്ന് പിടിച്ചില്ലേ, അതാണ് അവളുടെ സ്നേഹം. ഇതിലപ്പുറം എന്ത് പരീക്ഷണമാണ് ഇനി അവക്ക് കിട്ടേണ്ടത്? കാശ്വി എന്റെ മരുമോളാന്ന് പറയാൻ എനിക്ക് അന്തസ്സേ ഉള്ളൂ. സുവർണ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും കാശ്വിക്ക് ഭയങ്കരമായി ആശ്വാസം കൊടുത്തു. അവക്കിനി വേറെ ഒരു ചിന്തയും ഉണ്ടായിരുന്നില്ല. മുടി എന്താ, കുറച്ചു കഴിയുമ്പോ വരുമല്ലോ. അവൾക്ക് അമ്മായിയുടെ സ്നേഹവും വിശ്വാസവും ഒക്കെയായിരുന്നു വേണ്ടിയിരുന്നത്. അത് അവസാനം ഈ രീതിയിൽ കിട്ടുകയും ചെയ്തു. Thanks for watching.